ഹലോ, ഇക്ബാലാണ്. നമ്മളെ ക്യാൻറ്റീൻ തന്നെ ഉള്ളത് കേട്ടോ, ശ്രീലങ്കയിലെ ക്യാൻറ്റീനിലുള്ളത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഡംബുള്ളിൽ നിന്ന് ക്യാൻറ്റീക്ക് എത്തിയ ആ ഒരു എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്യാൻറ്റീനിലെ ഞങ്ങൾ താമസിച്ച റൂമാണ്. ഈ റൂമിൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്നത് അമ്പുലുവാവ ടവർ എന്ന് പറഞ്ഞ ഏറ്റവും ഫേമസ് ടവർ ഉണ്ട് ഈ ക്യാൻറ്റീൻ തന്നെ, ഒരു ഹൈ റേഞ്ച് ഏരിയയിലാണ്. അപ്പൊ അതിന്റെ കാഴ്ച കാണാനാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ടവറാണ്. അതിന്റെ മുകൾക്ക് പോകുമ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെ അറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. പിന്നെ എല്ലാവരും റെഡിയാണ്ട്, അഫ്സീന് അതുപോലെ ജാഫർ എല്ലാവരും റെഡി ആവണേ. പിന്നെ ഇവരെ മറ്റേ അനീഷൊക്കെ റെഡി ആയി കഴിഞ്ഞ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ആ ഒരു അങ്ങോട്ടൊക്കെ എങ്ങനെ പോവാം, അതിന്റെ കാഴ്ചകൾ എന്താന്നൊക്കെ നമുക്ക് കാണട്ടാ. ഓക്കെ, അപ്പോ ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങാട്ടാ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആ ചേട്ടനോട് യാത്ര പറഞ്ഞ് പോവാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നിങ്ങളെ തയ്യാറെടുപ്പാണ്. എല്ലാവരും റെഡി. പഫ്സിനും ജാഫറൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ രാത്രിയാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഈ ബാൽക്കണി ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വന്ന് കയറുമ്പോഴുള്ള റിസപ്ഷൻ ഏരിയ ആണത്. ഞങ്ങൾ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാ, ഞങ്ങൾ വന്ന വഴിയാണ്. ഇന്നലെ രാത്രി ആയപ്പോൾ നമ്മൾ ഈ റോഡൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു ഇറക്കാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഓരോ വീടുകളാണ്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി നല്ല റെസ്റ്റോറൻറ്റ് തപ്പി നോക്കണം കേട്ടോ. ലങ്കന്റെ ബസ്സാണത്, ലങ്ക അശോക് ലൈലാൻഡ്. ഈ വരുന്നത് ബസ്സാണ്, ഒരു വാന് പോലുള്ള ബസ്. നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോ കണ്ടില്ലേ, ഒരു ബുദ്ധ ടെമ്പിളാണ്. ഒരു ബുദ്ധന്റെ പ്രതിമ ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. രാത്രി ഇരുട്ടായതുകൊണ്ട് വല്ലാതെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ശ്രീലങ്കന്റെ ബസ്സുകൾ കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തുണ്ടായിരുന്ന ബസ്സുകൾ അതുപോലെയുള്ള ഒരു ഷേപ്പാണത്. ഇപ്പോഴും ഇങ്ങനത്തെ ട്രാമുകളൊക്കെ ഉണ്ടല്ലോ കൊൽക്കത്തയിലെ, ആ ഒരു ഷേപ്പിലാണ് ഇപ്പോഴത്തെ ബസ്സുകളൊക്കെ. ലങ്ക അശോക് ലൈലാൻഡ് എന്ന കമ്പനിയുടെ ബസ്സുകളാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് ടാറ്റന്റെ വണ്ടികളും കാണുന്നുണ്ട്. ഓട്ടോകൾ പല കളറുമാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ പോയോട്ടെ, എന്തായാലും കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ ഭാഗങ്ങളിൽ ബസ് സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, ഒരു ബ്രെഡ് പോലുള്ള സംഭവമാണ്. അതിൽ ഡാൽ കറി ഉണ്ട്. പിന്നെ ഞാൻ ചായ എന്തേ പറയണം, കഴിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ അറിയില്ല. ഞാൻ വെറുതെ വന്നിട്ട് നല്ല രസമുണ്ട്. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാൻറ്റീൻ ബസ് സ്റ്റാൻഡ് ആട്ടോ അത്. നല്ല മേൽക്കൂരൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണ്. പിന്നെ ഈ റെഡ് ബസ്സുകളൊക്കെ സർക്കാർ ബസ്സുകളാട്ടോ അവിടെ ഉള്ള. വലിയ വിശാലമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. ബസ്സുകളൊക്കെ കാണാൻ നല്ല രസം.
നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് ബസ്സുള്ളത്. എന്താണ് അമ്പലപ്പെട്ടി അങ്ങനെ എന്താ ബസ് പറഞ്ഞ് ആ ബസ്സിൽ കയറിയാല് അമ്പലവാവ ടവർ എത്തുന്ന പറഞ്ഞു. ഈ നാവലപ്പട്ടിയാരുടെ ബസ് കയറിയാലേ നമുക്ക് അമ്പലവാവ ടവറിന്റെ അവിടെ എത്താം. അപ്പോ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് നാവലപ്പട്ടിയ ബസ്സിൽ കയറിയിട്ടാ. ഈ ബസ് അമ്പലവാവ ടവറിന്റെ ആണ്ട് എത്തും. നമുക്ക് ഇവിടുന്ന് ടുക്ടുക്ക് അല്ലെങ്കിൽ ടാക്സി തന്നെ വിളിക്കണമെങ്കിൽ ഏകദേശം 1000 റുപ്യോളം ചാർജ് വരും. ഇവിടുന്ന് 22 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് ട്രാവൽ ടൈം ഉണ്ട്. ബസ്സിൽ കയറിയാൽ നമുക്ക് ഒന്നുകൂടി ബഡ്ജറ്റ് ആയിട്ട് പോവാം. അതാണ് ഞങ്ങൾ ബസ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണ്. ഇരിക്കാനും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നല്ല ബെഞ്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകളുണ്ട്. എന്തായാലും ബസ് എടുക്കുകയും കയറും. അങ്ങനെ കറക്റ്റ് സമയത്തിന് നമ്മളെ ബസ് എടുത്തുവിട്ടാ. നല്ല വിശാലമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. നല്ല ഇരിക്കാനുള്ള സൗകര്യവും ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉള്ളൊരു ബസ് സ്റ്റാൻഡാണ് ക്യാൻഡി ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബസ് റൂട്ടിലേക്ക് എത്തി. അപ്പോൾ ക്യാൻഡി ടൗണിൻ്റെ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. ഈ മറ കെട്ടീൻ്റെ അപ്പുറത്തൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതാണ് അങ്ങനെ മറ കെട്ടിയിട്ട് വേർതിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ടൗണാണ് ക്യാൻഡി എന്ന് പറയുന്നത് കേട്ടോ. ബസ് അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല പച്ചപ്പാട്ട ഈ ഭാഗങ്ങളൊക്കെ കാണാൻ. നല്ല തണുപ്പുണ്ട്. ഏകദേശം ഒരു ഹൈറേഞ്ച് ഏരിയ ആണ് ക്യാൻഡി എന്ന് പറയുന്നത്. ഞങ്ങള് അങ്ങനെ ഗംബല പറഞ്ഞൊരു ടൗണിൽ ഇറങ്ങിയിട്ടാ. ക്യാൻഡീന്ന് ബസ് കയറിയിട്ട് ഗംബല ഇറങ്ങി. ഇനി ഇവിടുന്ന് വേറെ ബസ് കയറണം അമ്പലവാ ടവറിന് അങ്ങോട്ട്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അത് ഏത് ബസ്സൊന്നും അന്വേഷിച്ച് നോക്കട്ടെ. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട് അമ്പലവാ ടവറിന് അങ്ങോട്ട്. നമ്മൾ വന്ന ബസ്സാണത്. നവലപ്പിട്ടിയാറിന ബസ് ക്യാൻറ്റീന്ന് വരികയാണ്. അത് അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ക്യാൻറ്റീന്ന് ട്രെയിൻ ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഇത് അത്യാവശ്യം വലിയൊരു ടൗണാണ്. പിന്നെ ഇവിടെ കുറെ ഡ്രസ് മെറ്റീരിയൽസിന്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ. ഗംബല ബസ് സ്റ്റാൻഡാട്ടത്. ഗവൺമെന്റ് ബസ് സ്റ്റാൻഡാണ്. ഈ റെഡ് ബസ്സുകളൊക്കെ ഗവൺമെന്റ് ബസ്സാണ്. നമ്മൾ മുന്നേ കണ്ടതാണ്. അപ്പോൾ ഗവൺമെന്റ് ബസ് സ്റ്റാൻഡാണ്. എന്തായാലും പോയി നോക്കട്ടെ ബസ് ഉണ്ടാവുമോ എന്നറിയില്ല. അങ്ങനെ ഗംബലാറിന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു മിനി ബസ് കയറിയിട്ടാണ്. ഇതൊരു ഉള്ള ഏരിയയിലാണ് ഈ അമ്പലവാവ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് ആകെ ഡെയിലി ഒരു 4-5 ബസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇന്നവരെ ഈ ഒരു ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ കുറേ ആളുകളുണ്ട്. ഗ്രാമപ്രദേശത്ത് നിന്നുള്ള ആളുകളൊക്കെ ഈ ബസ്സിലുണ്ട്. അപ്പോൾ ഈ ബസ് പറഞ്ഞാൽ അധികം ഹൈറ്റ് ഇല്ല. നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാൽ വേഗം ഇതിൻ്റെ റൂഫിൽ നമ്മൾ തലയൊക്കെ മുട്ടും. അപ്പോ ഞങ്ങള് ഗംബലിൽ നിന്ന് ബസ് കയറി ഇപ്പൊ അമ്പലവാ ടവറിന്റെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ഇങ്ങനെ കയറി പോകണം. നമുക്ക് അവിടെ മുകളിൽ കാണാം ആ ടവർ. അപ്പൊ ഇവിടുന്ന് ഓട്ടോ എന്തെങ്കിലും വിളിക്കണം. അപ്പൊ അതിനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് ക്യാൻറ്റീന്ന് ബസ്സിൽ ഏകദേശം ഈ ജംഗ്ഷൻ വരെ എത്താം. പിന്നെ ഇവിടുന്ന് ഓട്ടോ വിളിച്ചാൽ മതി. ഏകദേശം 3 കിലോമീറ്ററിന്റെ ഓട്ടോ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ള പൈസ കൊടുത്താൽ മതി. നമുക്ക് അവിടെ കാണാം അമ്പലവാവ ടവർ. അതാണ് ആ ടവർ. അതിന്റെ മുകൾക്കാണ് നമ്മൾ പോകേണ്ടത്. അത് ഭയങ്കരമായിട്ടുള്ള കയറ്റാണ്. ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. പിന്നെ ഇവിടെ കുറെ ഓട്ടോകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വന്നിട്ട് ഒരു 3 കിലോമീറ്റർക്ക് ഓട്ടോ വിളിച്ചാൽ മതിയാണ്. ബസ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ എന്തായാലും പോയോക്കട്ടെ. ഏതൊരു ജംഗ്ഷനിലാണ് ഇങ്ങോട്ട് തിരിഞ്ഞു പോകാറുള്ളത്. അപ്പൊ ഇനി ഇവരെടുത്ത് പിന്നെ ഓട്ടോന്റെ കൂലം തർക്കിച്ച് നോക്കട്ടെ. കുറേ നോക്കാം. അപ്പൊ ഞങ്ങള് പിന്നെ ഈ ജംഗ്ഷനിൽ ഒരു ഓട്ടോ വിളിച്ചുവിടാം.
നമുക്ക് തിരിച്ചു വരാനും കൂടിയും പിന്നെ ഈ ഓട്ടോയിൽ വരാം. നമുക്ക് നമ്മളവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ മുകൾക്ക് ഏകദേശം 4 കിലോമീറ്ററുണ്ട്. അപ്പം നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഫോറിനേഴ്സിന് 2000 ലങ്കം പൈസ കേട്ടോ. അപ്പൊ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ചാർജ് ആട്ടത് പിന്നെ രൂപ 1500 ആണല്ലേ. അപ്പൊ ഞങ്ങള് ആ ജംഗ്ഷനിൽ ഓട്ടോ എടുത്തു കേട്ടോ. ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 1500 റുപ്യാണ്. ഇവിടെ യൂണിയൻകാരാണ്. നമുക്ക് പ്രൈവറ്റ് വണ്ടി ആയിട്ട് വന്നാലും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ആ ജംഗ്ഷനിൽ നമ്മളെ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വരണം. ടുക് ടുക് എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ യൂണിയനാണ്. അവർക്കൊരു ഫിക്സഡ് പ്രൈസ് ആണ്. പിന്നെ ടൂറിസ്റ്റുകളാണെന്ന് വെച്ചിട്ട് അധികം വാങ്ങുന്നില്ല. പിന്നെ ഇവിടെ വിദേശികൾക്ക് 2000 പിന്നെ ലങ്കം പൈസ ഉണ്ട് ചാർജ്. ഏകദേശം ഒരു 700 റുപ്യൊക്കെ വരും ഇന്ത്യൻ പൈസ. അപ്പോൾ അത് എടുത്തിട്ടാണ് മുകൾക്ക് കയറാൻ പറ്റില്ല. മലിൻ്റെ മുകളിൽ വരെ ഓട്ടോ പോകും. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു എൻട്രൻസ് കവാടമുണ്ട്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ഈ ചെക്ക് പോയിന്റ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ ലൈനായിട്ട് കിടക്കുന്നത് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ കാർഡുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഇന്ത്യൻ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഡോളർ എടുക്കില്ല. നമുക്ക് ലങ്കം പൈസ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കാർഡ് പേയ്മെന്റ് ഒക്കെ ചെയ്യാം. ഗൂഗിൾ പേ വർക്കാവും അറിയില്ല. പിന്നെ കാർഡുകൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വർക്കാവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 2000 ലങ്കം പൈസ ആണ് ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവർ വണ്ടി എടുക്കുകയാണ്. നിങ്ങളുടെ നെയിം എന്നാ? പേരെന്നാ? സമദ്. ഓ സമദ് എന്ന് പറഞ്ഞ ആളാ. അപ്പോ അമ്പൂറാവ് ടവറിന്റെ അങ്ങോട്ട് പോവാണ്. നല്ല കയറ്റാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹിൽ ഏരിയ ആണ്. ചുരം പോലുള്ള റോഡാണ്. ഇങ്ങനെ 6 ആക്കിലാണ് വണ്ടി വലിയുള്ളൂ. കയറ്റം വഴിയാണ് ചേട്ടാ. ഒരു ഓട്ടോ 6 ആക്കിൽ ഇങ്ങനെ ഓടിച്ചിട്ടാണ് കയറ്റുന്നത്. അത്രയും ടോപ്പ് കയറ്റാണ്. പിന്നെ ആളുകൾ താഴെ ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. ഏകദേശം 4 കിലോമീറ്ററിനകത്ത് നടക്കാറ്. നല്ല കയറ്റാണ്. അങ്ങനെ ആകുമ്പോ നമുക്ക് ഈ പൈസ ഒക്കെ ലാഭിക്കാം. നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ നല്ല വ്യൂ ആണ്. താഴെ ഭാഗത്ത് നല്ല വ്യൂവിൽ കാണാം. വിദേശികളൊക്കെ നടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണാം. സിക്സാക്കിലാണ് വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട് വലിയിട്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. നടന്നു വരികയാണെങ്കിൽ ഇതൊക്കെ കാണാം. നല്ല അത്യാവശ്യം നടക്കാം. വരുമ്പോ നമുക്ക് ഇവിടെ നല്ല ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തൊക്കെ കാണാം കേട്ടോ. ഒരു പോണ്ടൊക്കെ ഉണ്ട് ഇതിന്റെ നടുക്കില്. കയറ്റം തന്നെ, ഫുള്ള് കയറ്റം. അപ്പോ ഞങ്ങള് ടവറിന്റെ അവിടെ എത്തിട്ടാ. 1 മണിക്കൂറാണ് എനിക്ക് ഡ്രൈവർ സമയം തന്നിട്ടുണ്ട്. അപ്പൊ 1 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ടവറൊക്കെ കയറി കണ്ടിട്ട് അടിയിലേക്ക് എത്താനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. എന്നിട്ട് പ്രൈവറ്റ് വണ്ടികൾ വിടണില്ല തോന്നുന്നു. ഈ ടാക്സിക്കാരനെ ഉള്ളു കയറിയിട്ട്. പിന്നെ നടക്കണമെങ്കിൽ അത്യാവശ്യം നടക്കണ്ട. ഭയങ്കര കയറ്റാണ്. സമയം കുറെ പോകും. അപ്പോ അമ്പുലുവാവ ടവറിന്റെ അങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു ക്ഷേത്രം കാണാം. ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അതിന്റെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ ടവർ
നമുക്ക് ഇവിടെ നിന്ന് കാണാം. നല്ല ഹൈറ്റിലുള്ള ടവറാണ്. അപ്പോൾ 2000 റുപ്യാണ് ഫോറിനേഴ്സിന് ടിക്കറ്റ് കേട്ടോ. 2000 ലങ്കൻ പൈസ, ശ്രീലങ്കൻ പൈസ, ഏകദേശം ഇന്ത്യൻ മണി 700 റുപ്യ വരും. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഓട്ടോക്ക് 1500 അത് ഏകദേശം 500 റുപ്യോളം വരും. 3 നാൾ വരെ ഒരു ഓട്ടോയിൽ പോകാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്ത് പോവാം. അതൊരു ഫേമസ് ടവറാണ്, അമ്പുലുവാവ ടവർ. ചെറിയൊരു ടവറും ഉണ്ട് കേട്ടോ, ഒരു വാച്ച് ടവർ തോന്നുന്നു. പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ് ആ ഭാഗത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ടവറിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്, വലത് കാലിച്ച് കയറുകയാണ്. അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. നമുക്കിങ്ങനെ ഈ ടവറിന്റെ താഴ്ഭാഗത്തൊക്കെ നോക്കിയാൽ ഇതേപോലെ ഓളുകൾ കാണാം കേട്ടോ. അങ്ങനെ കയറുന്നതിനനുസരിച്ച് ഓള് ചെറുതായി ഇങ്ങനെ വരും. എത്ര ഫ്ലോറാന്ന് എനിക്കറിയില്ല. ഇത് 3rd ഫ്ലോർ ആട്ടാ. ഇതായി ഓള് ചെറുതായി വന്നു. മുകൾക്കെത്തും ഒന്നും കൂടി ചെറുതാവും. ഇവിടുന്ന് എന്തെങ്കിലും വ്യൂ ഉണ്ടോ നോക്കട്ടെ. ഇതിപ്പോ എത്ര ഫ്ലോറ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടത്. ഓ ഇത് 5th ഫ്ലോർ ആട്ടാ. ആ ഹോള് ചെറുതായി വന്ന് നല്ല കിതപ്പുണ്ട്. കാരണം നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. അതുകൊണ്ട് ഓക്സിജന്റെ അഭാവമുണ്ട്. ഇത് 6th ഫ്ലോർ. ഇവിടെയൊക്കെ പുറമെ കാണാൻ നമുക്ക് അവസരമുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ കാണാം. ഇവിടെ നമുക്ക് പുറത്തുള്ള വ്യൂ ഒക്കെ കാണാം കേട്ടോ. നല്ല ഹൈറ്റിലാണ്. പുറത്തു കൂടെയാണ്. ഇത് പുറമേ കൂടെ കേട്ടോ ഈ കോണി. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെയൊക്കെ കോണി ഇടുങ്ങി വന്നു കേട്ടോ. അതേതാ ടൗണ്? സ്റ്റേഡിയം. ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ അവിടെ. മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരു നദി അതിൽ ഒഴുകുന്നുണ്ട്. ഈ ഭാഗത്തുമ്പോ കോണി വളരെ ഇടുങ്ങിയിട്ട് കേട്ടോ. തല കയപ്പോ തട്ടാൻ ചാൻസ് ഉണ്ട്. നയൻത്ത് ഫ്ലോർ ആക്കാം. ഇവിടെ ആ ഹോള് നോക്കി നമുക്ക് കാണാം. ഇവിടെ ജസ്റ്റ് പുറത്ത് പോവാട്ടോ. കാണാനുള്ള വ്യൂ ഉണ്ട്. കഴിഞ്ഞോ? ഇല്ല, ഇവിടെ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. ഇനി ഉണ്ട് സ്റ്റെപ്പ്. ഇനി പുറമെ കൂടെയാണ് സ്റ്റെപ്പ് ഉള്ളത്. ഇവിടെ ഒരാൾക്ക് പാസ് ചെയ്യാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. നല്ല കാറ്റാടാ,
നല്ല തണുപ്പുണ്ട്. സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇവിടുന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. പൈൻ ഫോറസ്റ്റുകൾ കാണട്ടെ ഈ ഭാഗത്തൊക്കെ. ഇതൊക്കെ പൈൻ മരങ്ങളാണ്. ഇവിടെ അത്രക്ക് ഇടുങ്ങിയിട്ട് ചെരിഞ്ഞ് കയറണം. സംഗതി രസാട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ, അസാധ്യ വ്യൂ ആണ്. ആ പോരെ 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 കുട്ടി വേഗം പിടിച്ചോ, റീഫിൽ ചെയ്യാം. ഓ ഏതാ വൈബ്. അപ്പൊ അമ്പുലാബാവന്റെ ആ ടവറിന്റെ മുകളിലെത്തിട്ടോ പൈൻ ഫോറസ്റ്റുകളുടെ കാഴ്ച നമുക്ക് കാണാം. മനോഹരമായിട്ടുള്ള കാഴ്ച. അത്രക്കില്ല. നമ്മൾ ടവറിന്റെ ടോപ്പ് എത്തി. ഇനിയാണ്ട് പോവാനില്ല. സഫീറാണ് ലാസ്റ്റില്, രണ്ടാമത് പിന്നെ അനീഷാണ്, ഇനിയിപ്പോ ഞാനാണ്, പിന്നെ അവിടുന്ന് അഫ്സലും ജാഫറുമാണ്. ഇനിയാണ്ട് ഗ്യാപ്പില്ല. വിന്റർ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല കാറ്റും കോടൊക്കെ ഇങ്ങോട്ട് അടിച്ചു കയറും. അത് വേറൊരു വൈബാണ്. അപ്പൊ നമുക്ക് ഈ വ്യൂ ഒന്നും കാണൂല കേട്ടാ. അപ്പൊ നമുക്ക് ഗംബാല ടൗൺ അതെ അതെ ടെൻഡൻസി കൂടും. വീട്ടില് അപ്പോ അമ്പുളുവാവ ടവറിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് കേട്ടാ. നമുക്ക് ക്യാൻറ്റീന്ന് എങ്ങനെയാണ് ലോക്കലായിട്ട് ബഡ്ജറ്റ് ആയിട്ട് അമ്പുളുവാവ കണ്ട് തിരിച്ചു പോവാന്നൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ക്യാൻറ്റീൻ പോവാണ്. ക്യാൻറ്റീന്ന് നമുക്ക് വേറെ ട്രൂത്ത് ഓഫ് റെലിക് എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട്. അതിന്റെ കാഴ്ച നമ്മൾ റൂമിന്റെ അവിടെ ഏകദേശം കാഴ്ച അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ മനോഹരമായിട്ടുള്ള പിന്നെ അമ്പുളുവാവ ടവറിന്റെ നമ്മൾ പിറകിൽ കാണണ്ടല്ലോ, അതിന്റെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതാ അഫ്സിനും അനീഷും ജാഫറൊക്കെ ഉണ്ട്. അപ്പോ ഓക്കെ ബൈ. എന്നാ അനീഷ ബൈ എടുത്താ. നടന്നോളെ.